വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്ക് തന്നവൻ മാറിപ്പോകില്ല. മധ്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആ നിരയിലന്നു നിന്ന് ശുദ്ധരൊത്തു വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആ നിരയിലന്നു നിന്ന് ശുദ്ധരൊത്തു വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്ക് തന്നവൻ മാറിപ്പോകില്ല. ഭക്തരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. യു ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ, പഠിപ്പിക്കണമേ. ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 verse 14. You do not know what tomorrow will bring. What is your life? For you are a mist that appears for a little time and then vanishes. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി അല്ലയോ. ആമേൻ. 8-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ്. മനുഷ്യൻ എത്രയോ നിസ്സാരനാണ്. ലോകത്തിൽ എന്നും അത്ഭുതമായി നിലകൊള്ളുന്ന ആകാശത്തെയും സൂര്യചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ മനുഷ്യനെ ദൈവം ഓർക്കുവാൻ അവനൊന്നുമല്ല. ആ സങ്കീർത്തന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 8-ാം അധ്യായം സങ്കീർത്തനങ്ങൾ 8-3 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലത്തെയും അവൻ്റെ കാൽക്കീഴിൽ ആക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിലെ അത്ഭുത സൃഷ്ടികളെ നോക്കുമ്പോൾ മനുഷ്യനെ ഓർക്കുവാൻ അവനൊന്നുമില്ല.
സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത് വളർച്ചയെത്താത്ത ഒരു ശിശുവാണ് മനുഷ്യനെന്നാണ്. മനുഷ്യൻ്റെ നിസ്സാരതയെ വരച്ചു കാണിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ, ദൈവവചന ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് അവന് ഒന്നും അറിയില്ല. യോബിൻ്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്നു പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. യാക്കോബിന്റെ ലേഖനം 4 അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കുറിവാക്യം യാക്കോബ് 4:14 ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവി അല്ലയോ? ദൈവവചനം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വളരെ വ്യക്തമായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല കോൺഫിഡൻസ് ഉള്ളവരായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഒരിക്കലും മറന്നു പോകരുത്. കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ചോ അവൻ്റെ സ്വത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചോ മനുഷ്യന് യാതൊന്നും അറിയേയില്ല. നമുക്ക് ചുറ്റും നടക്കുന്ന ആനുകാലിക സംഭവം അതല്ലേ വിളിച്ചു പറയുന്നേ. സ്തോത്രം. എന്തെങ്കിലും മകനെ മകളെ നീ സമ്പാദിക്കുന്നെങ്കിൽ അത് കർത്താവിൻ്റെ അറിവോടുകൂടി വേണം സമ്പാദിക്കാൻ. ഇല്ലെങ്കിൽ അതെപ്പോഴാണ് ആവി പോലെ പറന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 20 വാക്യം മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ചോദിച്ചേക്കാമെന്നല്ല, ചോദിക്കും. സ്തോത്രം. എത്ര നിസ്സാരനാണ് മനുഷ്യൻ. 39 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാ: നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമുള്ളതാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. സ്തോത്രം. യഹോവ ഭക്തിയോടൊപ്പം ധനവും മാനവും ജീവനും. സ്തോത്രം. ദൈവം നന്മ തന്നാൽ അത് തലമുറ അനുഭവിക്കും. എന്നാൽ ദൈവത്തെ കൂടാതെ നന്മ സമ്പാദിച്ചാൽ നിന്റെ ഇപ്പോഴത്തുള്ള തലമുറ പോലും അത് അനുഭവിക്കില്ല. കാരണം ധനവും മാനവും ജീവനും ദൈവം തരുന്നതാണ്. അതിൻ്റെ കൂടെ ദുഃഖം ആഡ് ചെയ്യത്തില്ല. അത് തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മളെ. കർത്താവ് തരുന്നത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഒരു പാക്കേജായിട്ടാണ് കർത്താവ് തരുന്നത്. സ്തോത്രം. അതുകൊണ്ട് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമ്മുടെ തലമുടി ഒന്നും സ്ഥിരമായി കറുപ്പിക്കുവാനോ വെളുപ്പിക്കുവാനോ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവൻ പാറിപ്പോകുന്ന ആവിയെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ 14 അധ്യായത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ലേ? യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായം 14 വാക്യത്തിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നുവെന്ന് ദൈവം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. കർത്താവിന് പ്രിയപ്പെട്ടവനായി, പ്രിയങ്കരനായി, മാന്യനായി നാം ഈ ലോകത്തിൽ ജീവിക്കണം. ദൈവം വില കുറഞ്ഞവരെ എപ്പോഴും ഓർക്കുന്നു. പ്രപഞ്ചത്തിലെ നിസ്സാരമായ സൃഷ്ടികളായ നമുക്ക് ദൈവം തൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകി. അപ്രകാരമുള്ള ആ ദൈവിക ഛായ കുരങ്ങന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നതല്ല. ഏതായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ടോ, എൻ്റെ അപ്പൻ കുരങ്ങനല്ല. എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്. പുത്രനായ യേശു മുഖാന്തരം തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം പുത്രനാകുന്ന യേശുവിൻ്റെ കാൽവരി മരണത്തിലൂടെ നമുക്ക് തിരികെ ലഭിച്ചു. നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യം യേശു മുഖാന്തരം നമുക്ക് തിരികെ തന്നു. സഹോദരങ്ങളെ, ഈ യഹൂദന്മാരുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ളതാണ് അവരുടെ വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയ ദിവസം
യഹൂദൻ തൻ്റെ ഭാവി വധുവിൻ്റെ കയ്യിൽ താൻ സമ്പാദിച്ചതിൻ്റെ ഒരു ഭാഗം കൊടുക്കും അത്രേ. മാത്രമല്ല, അവർക്ക് വിവാഹം കഴിഞ്ഞ് പാർക്കുന്നതിനായി ഒരു ഭവനവും പണിയും. പണിയുന്നതിന് മുൻപ് അവൾക്ക് ഒരു മൂടുപടം ഇട്ടുകൊടുക്കും. ഈ മൂടുപടം കണ്ടാൽ അവൾ ഒരു യഹൂദന് വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്ന് എല്ലാവരും അറിയും. ഭവനം പണിത് കഴിഞ്ഞാൽ അവളെ അവൻ തൻ്റെ ഭവനത്തിലേക്ക് ചേർക്കും. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തു വെച്ചിരിക്കുന്ന മണവാട്ടികളാണ് നാം എന്ന് മറന്നു പോകരുത്. ആരെങ്കിലും അവിടെ ഇവിടെ നിന്ന് കൈയും കാലും ഒക്കെ കാണിച്ച് ഇറങ്ങിപ്പോകരുത് കേട്ടാ. നാം യേശുവിൽ നിന്ന് തേജോമയമായ വസ്ത്രം അണിഞ്ഞവരാണ്. നമ്മുടെ മണവാളൻ നമുക്കായി ഒരു ഭവനം പണിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 21:3-5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ, മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടി വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുമായി ദൈവമായി അവരോടുകൂടി ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ആ ഭവനത്തിൽ നമ്മെ ചേർക്കുവാൻ നമ്മുടെ അരുമനാഥൻ എത്രയും വേഗം വരും. നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു കളയും. നിസ്സാരമായ നമ്മെ കരുതി വഴി നടത്തി മഹത്വത്തിലേക്ക് നയിക്കുന്നത് എത്രയോ മഹനീയമാണ്. അതിനാൽ കളങ്കം പറ്റാതെ നിത്യതയ്ക്കായി ഒരുങ്ങാം. സ്തോത്രം. യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ നിസ്സാരരാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ശ്രേഷ്ഠരാണ്. പ്രത്യാശയോടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ഈ പുതുദിനത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ച ആരോഗ്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ തിരുസാന്നിധ്യത്തിൽ വീണ്ടും ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. എന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ബഹുമാന്യരും പ്രിയങ്കരുമായി അവിടുത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള മക്കളായി ഹല്ലേലൂയ അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പാ അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം, എല്ലാ സ്വർഗീയ ആത്മീയ കൃപാവരങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകരനുഗ്രഹം പ്രാപിക്കുവാൻ കൃപ ചെയ്യണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയമാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഉള്ളം കയ്യിൽ അവരെ വഹിക്കണമേ. അവിടുത്തെ മാറോട് ചേർത്ത് പിടിക്കണമേ. നരക്കുവോളും ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ആഴം അവർ രുചിച്ചറിഞ്ഞ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് അവിടുത്തെ കൃപാവരങ്ങളിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകുവാൻ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുവിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ നിന്റെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ സ്തോത്രം. ഞങ്ങൾ സാക്ഷ്യമുള്ള വിശുദ്ധരായി ജീവിക്കാൻ കൃപ ചെയ്യണം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ രണ്ടാമത്തെ വരവിന് ജനം ഒരുങ്ങുവാൻ, ബുദ്ധിയുള്ള കന്യകളായി ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്നത് എത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ.
നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവന വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ.